ഒരു വനത്തിലൂടെ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഒരു ആന നടന്നു പോവുകയാണ്. തപ്പിത്തടഞ്ഞിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മിന്നാമിനുങ്ങിന്റെ ചെറിയൊരു വെളിച്ചം കണ്ടു. ആനയ്ക്ക് സന്തോഷമായി. ആ മിന്നാമിനുങ്ങിന്റെ അടുക്കൽ ചെന്നു. അവനിങ്ങനെ കരിയിലകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ്. തുമ്പിക്കൈകൊണ്ട് പതുക്കെ ആ കരിയിലകളൊക്കെ ഒന്ന് തട്ടി മാറ്റി. അതിനുശേഷം ഈ മിന്നാമിനുങ്ങിനോട് ആന ചോദിക്കുകയാണ്, മിന്നാമിനുങ്ങെ, നീ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരുന്നിങ്ങനെ മിന്നുന്നത്? നിനക്കൊന്ന് പുറത്തേക്ക് വന്നുകൂടെ? നിന്റെ പ്രകാശം എത്രയോ മനോഹരമാ, അതെല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. മിന്നാമിനുങ്ങ് മറുപടി പറഞ്ഞു, ഞാൻ വളരെ ചെറിയൊരു ജീവിയാണ്, ഞാൻ എപ്പോഴും മിന്നിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കരിയിലകൾക്കിടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ആന പറഞ്ഞു, അങ്ങനെയല്ല, നിന്നിൽ വലിയ ഒരു ശക്തിയുണ്ട്. നീ ചെറിയ ജീവിയാണ് എന്നത് അംഗീകരിച്ചു. പക്ഷേ നിന്റെ ആ ചെറിയ വെട്ടം അത് വലിയ ശക്തിയാണ്, അനേക ആയിരങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന വെട്ടമാണ് എന്ന് ആന പറഞ്ഞു. അങ്ങനെ ആന പതുക്കെ ആ മിന്നാമിനുങ്ങിനെ തുമ്പിക്കൈയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. അന്ധകാരം വ്യാപിച്ച ആ വനത്തിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ നടന്നു പോകുമ്പോൾ ഈ ശബ്ദം കേട്ട് ചില ജീവികളൊക്കെ നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് കാണുവാൻ സാധിച്ചത് ഈ മിന്നാമിനുങ്ങ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. മറ്റു ജീവികൾക്ക് സന്തോഷമായി. അവരിങ്ങനെ അടക്കം പറയുവാൻ തുടങ്ങി, ഈ മിന്നാമിനുങ്ങ് പോലും ചെറിയൊരു പ്രകാശം കൊടുത്താണല്ലോ ആനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ മിന്നാമിനുങ്ങിൻ്റെ ശക്തി വലുതാണ് എന്ന് പറയുവാൻ തുടങ്ങി. ഇത് കേൾക്കാനായിട്ട് മിന്നാമിനുങ്ങിനും സാധിച്ചു. മിന്നാമിനുങ്ങിന് ഭയങ്കര സന്തോഷമായി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തു ചെയ്യുവാൻ നമുക്ക് സാധിക്കും? എങ്ങനെയാ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്? ചിലപ്പോൾ എത്തും പിടുത്തവും കിട്ടാത്ത അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ദൈവം കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവ് പല തരത്തിലാണ്. ആ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും? എങ്ങനെ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഒന്നും കൂടെ കുടുംബത്തെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്.